നമ്മുടെ വണ്ടിന്റെ ഇവിടെ ഐസ് ഇരിക്കുന്നു നോക്ക്. പക്ഷേ സസ്പെൻഷൻ ഭയങ്കര തുള്ളിച്ചാട്ടാട്ടോ. അതാണ് ഇപ്പോൾ ഏറ്റവും ഒരു വലിയ വെല്ലുവിളി. ഇതിപ്പോൾ എന്നോ സൈഡിലേക്ക് വെക്കാൻ പേടിയാവും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ നുബ്ര വില്ലേജിലാട്ടോ. നുബ്ര വില്ലേജിൽ ഹണ്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ള. ഈ ബാക്കിൽ മലനിരകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഇങ്ങനത്തെ ഹട്ടിലാട്ടോ. ഹട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ ഇതാണെങ്കിലും ഉള്ളിലൊക്കെ നല്ല സൗകര്യമുള്ള കേട്ടോ. ഇന്നത്തെ വീഡിയോ ഉണ്ടവർക്ക് അറിയാം. അടിപൊളി കിടിലൻ സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ തണുപ്പൊക്കെ ഇന്നലെ മൈനസിലേക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടൊക്കെ നിൽക്കുക കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാത്രി ഒരു 11 മണിക്ക് ശേഷം കറണ്ട് പോകും. പിന്നെ രാവിലെ കറണ്ട് വരുള്ളൂ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് കറണ്ട് വരും. പിന്നെയും കറണ്ട് പോകും. എന്നിട്ട് പിന്നെ വൈകുന്നേരം വരുള്ളൂ. ഇവിടെ ഉള്ളവരെ സമ്മതിക്കില്ല കേട്ടോ. നമുക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഉള്ളവർക്കൊക്കെ ശീലമായി. ഇവിടെ അങ്ങനെയാണ് കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇനി രാവിലെ തന്നെ ചൂടുവെള്ളം വന്നു. ചൂടുവെള്ളമൊക്കെ രാവിലെ വരുള്ളൂ. രാവിലെ 7 മണീൻ്റെ 8 മണീൻ്റെ ഇടയിലാണ് ചൂടുവെള്ളം വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് വന്നപ്പം കുളിച്ചു. അപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ സെറ്റായിട്ടുണ്ട്. ഈ വില്ലേജ് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്ന് വരുന്ന വഴി എല്ലാം ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോഹ ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് കറി, പിന്നെ ഇതാ പൂരി, പിന്നെ ചായ ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ പൂരി എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്ക് പെട്ടെന്ന് മിറർ കഴുകേണ്ടി വന്നാലും ചില സ്ഥലത്ത് വെള്ളം കിട്ടില്ല. നേരെ നമ്മൾ 2-3 സ്ഥലത്തൊക്കെ നിർത്തുന്നുണ്ട് സൈറ്റ് സീയിങ്ങിന് പോലെ. എന്നിട്ട് നമ്മൾ നേരെ ഇന്ന് ലേയിലേക്ക് രാത്രി തിരിച്ചെത്തും, നമ്മുടെ പഴയ റൂമിലേക്ക്. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് പോകും കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേര് ഹണ്ടർ എന്നാട്ടോ. ഇവിടുത്തെ സ്റ്റേകൾ മൊത്തം ഇതേപോലത്തെ ടെൻറ്റ് സ്റ്റേകളാണ്. അല്ലാത്ത ഇതേപോലത്തെ റൂംസ് കോട്ടേജുകളൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതൽ ഇതാണ്. ഗായ്സ് നോക്കൂ, നമ്മൾ പോകുന്ന സ്ഥലം നോക്ക്. ഭയങ്കര വൈബ് കേട്ടോ. മലകളൊക്കെ എന്ത് ഹൈറ്റാ. ആ മഞ്ഞുമലകളൊക്കെ നോക്ക്. ഇതൊരു വേറെ ടൈപ്പ് മല. അപ്പോൾ അതേ കഴുതക്കുട്ടികൾ കളിച്ചോണ്ട് പോവും അവിടെ, തുള്ളിച്ചാടി. എന്താ കഴുത വീട്ടിൽ പോടാ. ഫുള്ള് ഡെസേർട്ട്. കൊച്ചു കഴുതേ. എന്താ ഇത്ര സന്തോഷവാനായ കഴുതകൾ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. നമ്മൾ രാജസ്ഥാനിൽ നിന്നൊക്കെ കണ്ട കഴുതകൾ പാവം സാഡിൽ ബാഗിൽ മണലും കയറ്റിക്കൊണ്ട് പോകുന്നായിരുന്നു. ഇത് ഇവരൊക്കെ ഭയങ്കര ഹാപ്പി. ഇതാ തുള്ളിച്ചാടിപ്പോണ്. ഇവർക്ക് ഓണേഴ്സ് ഇല്ലാത്ത കഴുതയാന്ന് തോന്നുന്നുണ്ട്. ഈ കുതിര ഓടണ ഇതാ 27-30 കിലോമീറ്റർ സ്പീഡിലാണ് കഴുത ഓടുന്നത്. വേണ്ട മോനെ, ഇത് റേസാണ് അവര്. ടോപ്പിൻ്റെ അങ്ങനത്തെ നമ്മൾ ഡെസേർട്ടിലെത്തി. വണ്ടി കയറ്റാൻ പറ്റില്ല. വണ്ടി കയറ്റി കഴിഞ്ഞാൽ പിന്നെ പൂഴിമണ്ണിൽ താന്നു പോകും. ഗൈസ് നമ്മൾ ഡെസേർട്ടിലെത്തി. ജമ്മു കാശ്മീരിൽ ഡെസേർട്ട് അല്ലേ, ലേയിലെ ഡെസേർട്ട്. നമുക്ക് കറക്റ്റ് ഡെസേർട്ട് തന്നെ കേട്ടോ. നമുക്ക് രാജസ്ഥാനിൽ പോലും കിട്ടാത്ത ഡെസേർട്ട് ഇവിടെ.
അങ്ങനെ നമ്മൾ ഗോ കാർട്ടിങ്ങിൻ്റെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ പെർ ഹെഡ് 700 രൂപ 6 ലാപ്സ് ആണ് വരുന്നത്. പക്ഷെ നോക്ക് വണ്ടി ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് അങ്ങനെയാണ്. ഇവിടെ നമുക്ക് കാല് കൊടുത്താൽ വണ്ടി തന്നെ കൈ കൊടുത്താൽ നീങ്ങുന്നില്ല. അപ്പോഴാണ് ഇത്. നമ്മൾ തൃശ്ശൂർ ചെയ്തതിനാണെങ്കിൽ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടുത്തെ സ്പീഡില്ല. അപ്പോൾ ചെയ്യാൻ വേസ്റ്റ്. അതെ, എഴയ്യ വണ്ടി. നമ്മുടെ ഗോകാർട്ട് ചെയ്യുന്ന വ്ളോഗ് കാണാത്തവരുണ്ട്, ഇതാ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ അടിപൊളിയായിട്ട് പൊളിച്ചടുക്കി റേസൊക്കെ ആയിരുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അവരൊക്കെ അവിടെ ഗോകാർട്ടിങ്ങിൻ്റെ അവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് 2 എഗ് മാഗി ഓർഡർ ചെയ്തു. നമ്മൾക്ക് മാഗി ആട്ടോ സേഫ്. കാര്യം ഇന്നലെയൊക്കെ ഫുഡ് കഴിച്ചവർക്ക് ഫുഡ് ഇൻഫെക്ഷൻ കിട്ടി, ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ. അതെ, കഴിക്കാണ്ടിരുന്നതുകൊണ്ട് ഇപ്പോൾ ഈകള് പയറുപോലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്ത് കൊടുത്തായി. മാഗിയൊക്കെ ആകുമ്പോൾ എക്സ്ട്രാ മസാല കാര്യങ്ങളൊന്നും ഇവർ ആഡ് ചെയ്യില്ല. ബാക്കി എല്ലാ സാധനത്തിലും ജീരകം, പണ്ടാര എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ അതിനെക്കാട്ടും ബെറ്റർ ഇതാന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താ അടിപൊളി. ഇപ്പം ഇനി അത് എഗ് മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരട്ടെ. പിന്നെ ചായയും കുഴപ്പമില്ല. പിന്നെ നാട്ടിലത്തെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല കൊതിയുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല മീൻകറിയും ചോറും പൊറോട്ടയും ബീഫ് കറിയും എല്ലാം കഴിക്കാൻ ഭയങ്കര കൊതിയുണ്ട്. ബീഫ് എന്നൊക്കെ ആയിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ എഴുന്നേറ്റ് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് കേട്ടെ വന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ മൊണാസ്ട്രി കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. മൊണാസ്ട്രി പോലെ സംഭവങ്ങൾ എല്ലായിടത്തും തന്നെ. നമുക്ക് കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇതാ മാഗി എത്തിയിരുന്നു കേട്ടോ. സെറ്റ് കൊള്ളാല്ലേ ഗൈസ്. നമ്മളങ്ങനെ ഒരു മൊണാസ്ട്രീൻ്റെ ചുവട്ടിലെത്തി. മേലേക്ക് കയറുന്നില്ല കേട്ടോ. നമ്മൾ മൊണാസ്ട്രികളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ. അപ്പോൾ ജസ്റ്റ് ടിക്കറ്റ് എടുത്ത് എൻ്റർ ചെയ്ത് ഈ ഒരു വ്യൂ കണ്ട് തിരിച്ചിറങ്ങാൻ പോവാ കേട്ടോ. കണ്ടില്ലേ, ഇതാണ് സെറ്റപ്പ്. മൊണാസ്ട്രികളെല്ലാം ഒരുപോലെ തന്നെ. ഗായ്സ് അങ്ങനെ നമ്മൾ നുബ്ര വാലിയിൽ നിന്ന് തിരിച്ച് പോവുക കേട്ടോ. തിരിച്ചിനി ലേയിലേക്കാണ് പോകുന്നത്, നമ്മുടെ കാർത്തുങ്കള വഴി എന്ന് വെച്ചാൽ ഈഗിള് പടായ വഴി. ആ വഴി നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. ആ വഴി പോകുമ്പോൾ അവിടെ അധികം നേരം നിർത്തില്ല. അധികം നേരമല്ല, തീരെ നിർത്തില്ല. 2-3 പേർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന്. അപ്പോൾ ആ സമയം മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. ബാക്കിയുള്ള വേഗം അവിടെ നിന്ന് ക്ലിയർ ആവാൻ നോക്കും. അവിടെ ഓക്സിജൻ കുറവായതുകൊണ്ട് എല്ലാവരും വീഴാൻ ചാൻസ് ഉണ്ട്. അവിടേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഗോപ്രോ വർക്ക് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഗോപ്രോയ്ക്ക് ഒരു സൂക്കേടാണ്. ഇപ്പോൾ ഇടയ്ക്ക് അങ്ങ് ഓഫായി പോയി കഴിഞ്ഞാൽ തണുപ്പ് കൂടുതലോടൊന്നും ഓണാവില്ല, എന്ത് ചെയ്താലും ഓണാവില്ല. ചിലപ്പോൾ തോന്നിയ സമയത്ത് ഓണായി വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഇനി. ഗായ്സ്, ഇന്ന് കാർത്തുങ്കുളയിലേക്ക് റോഡ് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇതുകൊണ്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് റോഡ് പണി നടക്കുന്നുണ്ട്. റോഡാണെങ്കിൽ ചെറിയ റോഡും ഭയങ്കര ഓഫ് റോഡും വലിയ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട്. അതാണ് പണി. ചില സ്ഥലത്ത് വീതിയേ ഉണ്ടാവില്ല, എത്ര അടുത്ത് കൊക്കയായിരിക്കും. അതിലേക്ക് ഇത്രയും വലിയ വലിയ വണ്ടികൾ എതിരെ വരുമ്പോൾ ഭയങ്കര സീനാണ്. നമ്മുടെ താറൊക്കെ ബാക്കിൽ ബ്ലോക്കായി. ഇതാ ഇഷ്ടം പോലെ വണ്ടി. അവിടെ നിന്നാണെങ്കിൽ വണ്ടികൾ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്നോ സൈഡിലേക്ക് വെക്കാൻ പേടിയാവും. ഇനി കാർത്തുങ്കുളയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ആട്ടോ അത്. കേരള ടു ലഡാക്ക് KL 58. അങ്ങനെ തണുത്ത കാറ്റടിക്കാൻ തുടങ്ങി. മഞ്ഞുമലയിലേക്ക് അടുത്ത് തുടങ്ങി. ഇനി കാർത്തുങ്കുളയിലേക്ക് 10-20 കിലോമീറ്ററിൻ്റെ ചോടേ ഉള്ളൂ. നമ്മൾ ഏകദേശം എത്തി. ഇവിടെ തന്നെ നന്നായിട്ട് ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ
ഗായ്സ് ഹെവി സ്നോഫോളൊക്കെ കഴിഞ്ഞതേ നമ്മൾ താഴെ എത്തിട്ടോ. താഴെ എത്തിയപ്പോ ഇവിടെ പിന്നെ ഒരു സമാധാനം ഉണ്ട്. നോക്ക്, സൂര്യനെ കാണുന്നുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടീന്റെ ഇവിടെ ഐസ് ഇരിക്കുന്നു. നോക്ക് ഇത്, ആ വണ്ടി ഓടി വന്ന വണ്ടീന്റെ ഐസ് ഇങ്ങനെ ഐസ് ഇരിക്കണ. അടിപൊളി. മൊത്തം ഉണ്ടായിരുന്നു, പിന്നെ അത് ഓടി ഓടി ഇപ്പൊ വെയിൽ കൊണ്ടപ്പോ സെറ്റായി. ഞാൻ തിരിഞ്ഞു റോജി മഞ്ഞ് മനുഷ്യൻ മൂക്കിലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? എടുത്തിട്ടുണ്ടോ? അപ്പൊ ഫെയിൽ കൊണ്ടപ്പോ നല്ല സുഖം കേട്ടോ. എന്റെ അമ്മ കൈയൊക്കെ ഫ്രീസായി പോയി. 390 എഞ്ചിന്റെ വെച്ചപ്പോഴാണ് കൈയൊക്കെ ഒന്ന് നോർമലായ. കുറെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ എടുത്തിരുന്ന വെച്ചാൽ നമ്മള് കൈ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫ്രീസ് ആവുക, അല്ലാണ്ട് തന്നെ നിൽക്കാൻ വരുന്നില്ല അവിടെ ഒന്നും. അങ്ങനത്തെ നമ്മൾ ലേയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് വെറും ഒരു 15 കിലോമീറ്റർ 12 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ ലേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ വന്നിട്ട് അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ടാണ് നാളെ നമ്മൾ മണാലിയിലേക്ക് പോകുന്നത്. ഓ എന്തൊരു വ്യൂ നോക്കിയേ. പക്ഷെ കുഞ്ഞു റോഡും ലോഡ് വണ്ടികളൊക്കെ കുറേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ ആൾക്കാരാണ് പോണ. ദൂരെ ഉറുമ്പുകൾ. നമുക്ക് ദൂരേക്കേ കാണാം കേട്ടോ വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടികളും ഇല്ല. അപ്പോൾ ഇങ്ങനെ കാടിപ്പാടി പോകാൻ പറ്റും. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് എപ്പോഴും ഉണ്ടായി റോഡൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഗൈസ് അങ്ങനെ നമ്മൾ ലേ മാർക്കറ്റിലേക്ക് നടക്കാൻ ഇറങ്ങിയിരുന്നു കേട്ടോ. നമ്മളിന്ന് നേരത്തെ എത്തി. അങ്ങനെ ഇവിടെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചുമ്മാ ഇറങ്ങിയേക്കാണ്. ഇവിടെ ബാക്കിലുണ്ട്, ഇതുണ്ടോ കുറേ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട് ഇവിടെയൊക്കെ. ആ ഐ ലവ് ലേ, ഇവിടെ ഇതുണ്ടല്ലേ ഐ ലവ് ലേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. പോളി എന്താ അങ്ങനെ പറയല്ലോ. ഇത് മാൽ റോഡ് പോലെ ഉണ്ട്, മണാലി മാൽ റോഡ് പോലെ ഉണ്ട്. ഗായ്സ് ഇവിടെ ഒരു ഇൻസ്ട്രുമെന്റ് കണ്ടു കേട്ടോ, നൈസ് ആയിക്കാം. ഇത് ഡിഫറെന്റ് ടൈപ്പ് ബെല്ലാട്ടോ, കാണിച്ചു തരാം. നമ്മൾ വിചാരിച്ചത് എന്താ സംഭവം എന്ന് വിചാരിച്ചു, വേണ്ടില്ലേ ഒരുപാടുണ്ട്.